അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന താരീഖിന്റെ ചോദ്യപേപ്പർ അവലോകനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആൻസർ കീ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ഈ ബോക്സിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഇസ്രായേൽ വംശത്തിന്റെ നാട് ഏതാണ്? കൻആനാണ്. കൻആനാണ് ഇസ്രായേൽ വംശത്തിന്റെ നാട്. 2, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്രയാണ്? 10.5 വർഷം. ഒന്നാമത്തെ ഓപ്ഷൻ 10.5 വർഷമാണ്. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 12 വർഷം. അടുത്തത് 4-മത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ബനു തൈമ. മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലപ്പെട്ട യുദ്ധം യമാമ യുദ്ധം. 6, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം ഹിജ്റ 13. ഈ രൂപത്തിൽ ശരിയായി ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി 2-മത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രം ഖുറൈശിലെ ബനു അദിയാണ്. ബനു അദി. 2, ഖാദിസിയ്യ യുദ്ധം നടന്നത് ഹിജ്റ 15. 3, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയത് അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസിയായിരുന്നു. 4, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഖുറൈശിലെ ബനു ഉമയ്യ. ബനു ഉമയ്യ. ഈ രൂപത്തിൽ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 3-മത്തത് ഉത്തരം എഴുതാം. അലി റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്നായിരുന്നു? ക്രിസ്താബ്ദം 600. ക്രിസ്താബ്ദം 600-ലാണ് അലി റളിയല്ലാഹു അൻഹു ജനിച്ചത്. 2, അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആരായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്നയാളായിരുന്നു അലി തങ്ങളെ വധിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. 3, 4 മദ്ഹബുകളുടെ ഇമാമുകളിൽ ഒന്നാമത്തേത് ആരാണ്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. 4-മത്തത് ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5-മത്തത് ഷാഫിഈ ഇമാമിന്റെ 9-മത്തെ ഉപ്പാപ്പ ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദു മനാഫാണ് ഷാഫിഈ ഇമാമിന്റെ 9-മത്തെ ഉപ്പാപ്പ. ഇനി അടുത്തത് 2 വീതം എഴുതാം. ഷാഫിഈ ഇമാമിന്റെ മക്കൾ. ഷാഫിഈ ഇമാമിന് മുഹമ്മദ്, അതുപോലെ ഹസൻ, സൈനബ്, ഫാത്തിമ, ഇതൊക്കെ ഷാഫിഈ ഇമാമിന്റെ മക്കളാണ്. 2 ആളുകളുടെ പേരുകളാണ് ഇവിടെ എഴുതേണ്ടത്. 2, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചും പഠിപ്പിച്ചും സഞ്ചരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മക്ക, മദീന, കൂഫ, ബസറ, യമൻ. 2 എഴുതിയാൽ മതി. അഖീദയിലെ 2 ഇമാമുകൾ. 1, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു. ഇവരുടെ പേരുകൾ ഇവിടെ എഴുതണം. 4-മത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദിനചര്യകളിൽ പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? രാത്രി നിസ്കാരം, അതുപോലെ ഖുർആൻ പാരായണം. ഇത് അവിടുത്തെ ദിനചര്യയിൽ പെട്ടതായിരുന്നു. ഇനി പൂരിപ്പിക്കാം. അലി റളിയല്ലാഹു അൻഹു ബനു ഡാഷ് 1-ാം ഡാഷ് കൂടിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിമിലെ 1-ാം ഖലീഫ കൂടിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിമിലെ 1-ാം ഖലീഫ കൂടിയായിരുന്നു എന്ന് അവിടെ പൂരിപ്പിക്കണം. 2, ഒരു വസ്ത്രവ്യാപാരിയായിരുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ ലാഭത്തിന്റെ ഏറിയ പങ്കും ധർമ്മം ചെയ്യുകയായിരുന്നു. ഒരു വസ്ത്രവ്യാപാരിയായിരുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലാഭത്തിന്റെ ഏറിയ പങ്കും ധർമ്മം ചെയ്യുകയായിരുന്നു. ഇതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി വ്യക്തമാക്കാം. ഖവാരിജുകളുടെ വാദം എന്തായിരുന്നു? അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയെങ്കിലും മധ്യസ്ഥരാക്കുന്നത് മതപരമായി ശരിയല്ല എന്നായിരുന്നു ഖവാരിജുകളുടെ വാദം. 2, രാത്രിയെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിഭജിച്ചിരുന്നത് എങ്ങനെയാണ്? 3 ഭാഗമായി വിഭജിച്ചു. ഒരു ഭാഗം ഇൽമിന് വേണ്ടിയും, മറ്റൊരു ഭാഗം നിസ്കാരത്തിന് വേണ്ടിയും, മറ്റൊരു ഭാഗം ഉറക്കിന് വേണ്ടിയും, ഇങ്ങനെ 3ആയി വിഭജിച്ചിരുന്നു. 3-മത്തത് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം എത്രയാണ്? ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം.
ഇനി അവസാനത്തെ ചോദ്യം, ഖബർ എവിടെ എന്ന് എഴുതാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ്? ബഗ്ദാദിലെ മഖ്ബറത്തുൽ ഖൈസറാനിലാണ് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ജന്നത്തുൽ ബഖീഇലാണ്. ഇതാണ് ഇന്ന് 6ാം ക്ലാസ്സിൽ നടന്ന താരീഖിന്റെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.